അതായത് ഇതൊരു വർഷമായിട്ടുള്ളൊരു ജേണിയാണ്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് പെണ്ണ് കാണൽ, അത് കഴിഞ്ഞ് ജൂലൈയിൽ വിരുന്ന്, അങ്ങനെ ഒരു വർഷത്തെ ഒരു ജേണിയാണ്. അതിൻ്റെ ഇടയിൽ പല പ്ലാനിങ്ങുകളുണ്ടായി, പലതും ഇങ്ങനെ കടന്നു പോന്നു. എല്ലാം ഇപ്പം എൻഗേജ്മെൻറ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തു, അത് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ വെഡ്ഡിങ് ഡേയിലേക്ക് എത്തി, ഇനിയിപ്പോൾ ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ പോവാണ്. സന്തോഷം, വിചാരിച്ച കാര്യങ്ങൾ അതുപോലെയൊക്കെ നടന്നു പോകുന്നു. കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഏറ്റവും അടുത്തതും ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ളൊരു സുഹൃത്താണ് എൻ്റെ ചേട്ടൻ. സോ ഇന്ന് അവൻ്റെ കല്യാണമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും അവൻ ആഗ്രഹിച്ച പോലെ ഒരു നല്ലൊരു വൈഫിനെ ഇന്നവന് കിട്ടുകയാണ്. ചേച്ചി ഭയങ്കര പാവമാണ് പുള്ളിക്കാരി. അപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ രണ്ടുപേർക്ക് അത് മുഴുവൻ അവരുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന ആ രണ്ടുപേർക്കും ഞാൻ എൻ്റെ എല്ലാവിധ ഹാപ്പി മാരീഡ് ലൈഫും അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തും, അല്ലെങ്കിൽ എനിക്ക് ലാസ്റ്റ് ഇപ്പം നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നമുക്ക് എന്താ പറയുക, ഒരു ഫൈനൽ ഡിസിഷൻ, ഒരു ഒപ്പീനിയൻ അവളുടെ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അവളൊരു പുതിയ ജീവിതത്തിലോട്ട് കിടക്കുമ്പോൾ അവൾക്കും അളിയനും എല്ലാവിധ വിവാഹമംഗള ആശംസകളും നേരുന്നു. അളിയൻ അവൻ ഭയങ്കര പാവമാണ്. നമ്മൾ സംസാരിച്ചതിലും എല്ലാത്തിലും പുള്ളിക്ക് പുള്ളിയുടേതായ കുറേ വ്യക്തമായ കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പുള്ളി അടിപൊളിയാണ്, നമുക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരുടെ സംസാരവും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഇപ്പോൾ നല്ലൊരാളെ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കണമെന്ന് ഉള്ളത് യാതൊരു സംശയവുമില്ല. അടിപൊളി. ഇത് ഭയങ്കര പാവമാണ്, അത്യാവശ്യത്തിനാള്, പിന്നെ അത്യാവശ്യം നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം ഞാൻ ഉണ്ടാക്കിയാലും സോൾവ് ചെയ്ത് പുള്ളി തന്നെ ഇങ്ങോട്ട് സംസാരിച്ച് ഒക്കെ വരുന്നത്. കല്യാണം ഇത്ര പെട്ടെന്നായിപ്പോയി ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇത്ര പെട്ടെന്ന് സ്നേഹിച്ച് കല്യാണം ആലോചിച്ചതിന് ശേഷം പ്രണയിച്ച ഒരാള് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ ഭയങ്കര സന്തോഷം.